الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ എന്തൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് എൻ്റെ അള്ളാഹുവിനോട് മാത്രമേ ചെയ്യുകയുള്ളൂ. അത് ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇതാണല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണം. ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്. ദീനുൽ ഇസ്ലാമിനെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 5 തൂണിന്റെ മേലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത സഹീഹായ വളരെ പ്രമുഖമായ ഒരു ഹദീസിലൂടെ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളെ അഷ്റഫുൽ ഖൽഖ് വിശദീകരിച്ചു തരുന്നുണ്ട്. 5 തൂണിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെടേണ്ടത്. അതിൽ ഒന്നാമത്തേതും മധ്യത്തിലുമുള്ള തൂണ് ഷഹാദത്താണ്. 4 ഭാഗത്തുള്ള 4 തൂണുകൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായവയാണ്. ഷഹാദത്തിനെ ആര് പൊളിക്കുന്നുവോ അവൻ ഇസ്ലാമാകുന്ന ബിൽഡിങ്ങിനെ പൊളിച്ചവനാണ്. ഷഹാദത്ത് ബാത്തിലാക്കിക്കൊണ്ട് നിസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ സക്കാത്ത് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ ഇസ്ലാമിനെ പുനർനിർമ്മിക്കാൻ കഴിയില്ല. ദീനുൽ ഇസ്ലാം നിലനിൽക്കുകയില്ല. അടിസ്ഥാന തൂണില്ലാതെ ഒരിക്കലും 4 തൂണിൽ ഒരു ബിൽഡിംഗ് നിലനിൽക്കുകയില്ല. മധ്യത്തിൽ നിന്ന് തകർന്ന് താഴത്തേക്ക് പോകും.
എത്ര നല്ല ഉദാഹരണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ചർച്ച. പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്നത് വരെ, മലക്കുൽ മൗത്ത് റൂഹിനെ കൊണ്ടുപോകുന്നത് വരെ ഒരു സെക്കൻഡ് പോലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വിഷയമാണ് ഷഹാദ. 24 മണിക്കൂർ ലൈവായിട്ട് നിൽക്കണം ഷഹാദ. നിസ്കാരം അങ്ങനെ വേണ്ട. നാം പറഞ്ഞല്ലോ, നിസ്കാരം 24 മണിക്കൂറിൽ ഏറി വന്നാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് 5 നേരത്തെ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടത്. ബാക്കിയുള്ള സമയം ഫ്രീ ആണ്. സക്കാത്ത് വർഷത്തിൽ 1 പ്രാവശ്യം കൊടുത്താൽ ആ കൊല്ലം മുഴുവനും സക്കാത്തിൽ നിന്ന് ഫ്രീ ആണ് മുഅ്മിനീങ്ങൾ. 12 മാസത്തിൽ 1 മാസം നോമ്പ് നോറ്റാൽ 11 മാസവും ഫ്രീ ആണ്. പിന്നെ നോമ്പിനെ പറ്റി ആലോചിക്കണ്ട, ഐച്ഛിക നോമ്പുകളെ പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ജീവിതത്തിൽ 1 പ്രാവശ്യം ഹജ്ജ് ചെയ്താൽ ജീവിതമേ ഫ്രീ ആണ്. പിന്നെ ഹജ്ജിനെ പറ്റി ആലോചിക്കണ്ട. എന്നാൽ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമായ ഷഹാദ അങ്ങനെയല്ല. എന്താണ് അതിന്റെ കാര്യം? ഷഹാദ ബാത്തിലായാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, മുർത്തദ്ദാണ്. അവന്റെ പേര് മുർത്തദ്ദാണ്. ശിർക്ക് കൊണ്ട് മുർത്തദ്ദാകാം, കുഫ്ർ കൊണ്ട് മുർത്തദ്ദാകാം. മുർത്തദ് എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തിരിച്ചുപോയവൻ എന്ന് വെച്ചാൽ ഷഹാദത്ത് ബാത്തിലാക്കിയവൻ, അള്ളാഹുമായിട്ടുള്ള കരാറ് ലംഘിച്ചവൻ. നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ച് മുർത്തദ് എന്ന് പറഞ്ഞിട്ടില്ല. നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹീഹായ ഹദീസുമാണ്. ഒരു കാഫിറിന്റെയും ഒരു അടിമയുടെയും ഇടയിലുള്ള വേർതിരിവ് നിസ്കാരം പാഴാക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം എന്നത് ദീനുൽ ഇസ്ലാമിന്റെ തൂണാണ്. ഫമൻ തറക്കഹ ഫഖദ് കഫർ. നിസ്കാരത്തെ ഉപേക്ഷിച്ചവൻ അവൻ കാഫിറാണ്. ഇമാമിങ്ങൾ 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അവൻ കാഫിറാണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസക്കാരല്ല. ഇവിടെ കാഫിർ എന്ന് പറയുമ്പോൾ പേടിയാകുന്നതിനാണ്. കുഫ്ർ തന്നെയാണ്. ശിയാക്കളെ സംബന്ധിച്ചിടത്തോളം കാഫിർ എന്നോ മുർത്തദ് എന്നോ മുശ്രിക്ക് എന്ന് പറയുമ്പോൾ പേടി ഉണ്ടാവാറില്ല. കാരണം അവരുടെ വിശ്വാസം ശിർക്കിലും കുഫ്രിലും അന്ധമാണ്. സെൽഫികൾക്ക് പേടിയാകുന്നതിനാണ്. സെൽഫികൾ എന്തിനാണ് ചരിത്ര യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ നിൽക്കുന്നത്? അള്ളാഹ് പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത്, സഹാബാക്കൾ ജീവിച്ച് കാണിച്ചു തന്നത്. അതാണ് പ്രമാണമെങ്കിൽ നമുക്ക് ആ പ്രമാണത്തിൽ പിടിച്ചു നിൽക്കാം. നമുക്ക് സമൂഹത്തോടല്ലല്ലോ കടപ്പാട്. അള്ളാന്റെ റസൂല് വളരെ കൃത്യമായി വഫാത്താകുന്ന സന്ദർഭത്തിൽ, വഫാത്താകുന്ന മുമ്പ് പറഞ്ഞതല്ലേ, തറക്തു ഫീകും അംറൈൻ, നിങ്ങൾ വിഷമിക്കണ്ട, പേടിക്കണ്ട, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും. തീർച്ചയായിട്ടും നിങ്ങൾ ഭയപ്പെടുന്നത് എത്താൻ സമയമായിരിക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന ആയത്ത് സൂറത്ത് ഇറങ്ങിയപ്പോൾ സഹാബാക്കൾ ഭൂരിപക്ഷവും വളരെയധികം സന്തോഷിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മാത്രം വിഷമം അടക്കാൻ കഴിയുന്നില്ല. എത്രത്തോളം സഹാബാക്കളിൽ ചെറുപ്പക്കാര് പറഞ്ഞു, ഈ ശൈഖ്, ഈ കിളവൻ എന്ത് പറ്റി? എല്ലാരും സന്തോഷിക്കേണ്ട ആയത്തല്ലേ ഇറങ്ങിയിരിക്കുന്നത്. അള്ളാന്റെ സഹായം വരും, ദീനുൽ ഇസ്ലാമിന് പൂർണ്ണമായും സ്വാതന്ത്ര്യം ലഭിക്കും, ജനങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് തുരുതുര വരാൻ തുടങ്ങും. അള്ളാന്റെ ദീനിൽ ജനങ്ങൾ ഇങ്ങനെ തുരുതുര വരുന്നത് കാണും. പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് തസ്ബീഹ് ഓതിക്കൊണ്ടിരിക്കും, ഇസ്തിഗ്ഫാർ ഓതിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജോലിയൊക്കെ തീരാൻ പോവുകയാണ്. നിങ്ങളുടെ മെനക്കെടലുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ അവസാനിക്കാൻ പോവുക. സന്തോഷിക്കാൻ, ബാഹ്യമായി സന്തോഷിക്കേണ്ട വാക്കുകളല്ലേ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷമല്ല, കരച്ചിലാണ്. സദസ്സിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹാബാക്കൾ ഒരുമിച്ചുകൂടി ഈ ആയത്തിനെ പറ്റി വിശകലനം നടത്താൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അടുത്ത് വിളിച്ചിരുത്തി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വയസ്സ് 12 ആയിട്ടുള്ളൂ. പക്ഷേ ശഫുൽ ഖൽഖ് ഇൽമിന്റെ ഭണ്ഡാരമായി തീരുമാനിച്ച് ഈ ഉമ്മത്തിനെ ഏൽപ്പിച്ചതാണ് ഇബ്നു അബ്ബാസിനെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിഷയം ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ചെറുപ്പൻ പയ്യനെ വിളിച്ചിരുത്തിയപ്പോൾ മറ്റുള്ള സഹാബാക്കൾക്ക് അത് സഹിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ട പൊന്നുമോൻ, യാ ഗുലാം, പൊന്നുമോനെ എന്നാ വിളിക്കുക ഇബ്നു അബ്ബാസിനെ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു മോനോട്, മോനെ, എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന ആയത്ത് സൂറത്തിനെ സംബന്ധിച്ച് എല്ലാവരും വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, സന്തോഷത്തോടെ മറുപടി പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മഹാനവറുകളെ, അഷ്റഫുൽ ഖൽഖിന്റെ വിയോഗം അടുത്തിരിക്കുകയാണ്. അതിന്റെ സൂചനയാണ് അതിലൂടെ നമുക്ക് കിട്ടിയത്. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കരയാൻ കാരണം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കുഞ്ഞിനെ ചോദിച്ചു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സദസ്സിലുള്ളവരോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പ് ഈ സഹാബാക്കളുടെ വിഷമവും പ്രയാസവും കണ്ടപ്പോൾ പറഞ്ഞ വാക്കാണ്, നിങ്ങൾ വിഷമിക്കുന്നതിനാണ്, നിങ്ങൾ പേടിക്കണ്ട, എന്റെ ശരീരമേ പോന്നുള്ളൂ, 2 കാര്യം നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ടി വരികയില്ല, നിങ്ങൾ പിഴച്ചു പോവുകയില്ല. നിങ്ങളെ അണപ്പല്ല് കൊണ്ട്, നവാജിദുകളെ കൊണ്ട്, നിങ്ങളെ അണപ്പല്ല് ഉപയോഗിച്ചതിനെ കടിച്ചു പിടിച്ചോളി. ഒന്നെന്താണ്? കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, വസുന്നത്തു നബിഹി, രണ്ടാമത്തേത് ആ പ്രവാചകന്റെ സുന്നത്താണ്. എന്താണ് നമുക്ക് വിഷമം? എന്തിനാണ് പേടി? ആരെയാണ് നാം ഭയപ്പെടുന്നത്? രാഷ്ട്രീയക്കാർക്ക് ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തേണ്ടി വരും, വോട്ട് വരുമ്പോഴും മറ്റും. മതക്കാർക്ക് ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തേണ്ടി വരും. ഷിയാക്കളടക്കമുള്ള മതക്കാർക്ക് പ്രജകളെ വെച്ചുകൊണ്ടാണ് പുരോഹിതരും ഭരണകൂടവും നിലനിൽക്കുന്നത്. സലഫികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരെയാണ് പേടിക്കേണ്ടത്? ഖുർആനും സുന്നത്തും കയ്യിലുള്ള കാലത്തോളം അല്ലാഹു വഅദ ചെയ്തതല്ലേ, നിങ്ങൾ ഞാൻ സഹായിച്ചോളാം എന്ന്. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സ്വാലിഹാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമക്ക് ഷഹാദത്ത് കൊടുത്തവർക്ക് അല്ലാഹു തആല വഅദ ഉറപ്പ് കൊടുക്കുന്നു. വഅദല്ലാഹ്, അല്ലാഹു ഉറപ്പ് കൊടുക്കുന്നു. അല്ലദീന ആമനൂ മിൻകും, പ്യൂർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദ നിലനിർത്തിയവർ, വഅമിലുസ് സ്വാലിഹാത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹിന്റെ ഷഹാദ നിലനിർത്തിയവർ, ആ ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാൻ തയ്യാറായവർക്ക് അല്ലാഹുവിന്റെ ഓഫറാണ്. എന്ത്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബലിഹിം. ഈ ഭൂമി ആരോ ഭരിച്ചോട്ടെ, ഫാസിസ്റ്റുകളോ സൈനിസ്റ്റുകളോ നാസിസ്റ്റുകളോ സെക്യുലറിസ്റ്റുകളോ ആരോ ഭരിച്ചോട്ടെ രാജ്യം, നമ്മൾ എന്തിനു വിഷമിക്കണം? അല്ലാഹുവിന്റെ വഅദയാണ്, ആര് രാജ്യം ഭരിച്ചാലും ആധിപത്യം നിങ്ങൾക്കായിരിക്കുമെന്ന്. എന്താണ് ഈ ആധിപത്യത്തിന്റെ പേര്? ആര് രാജ്യം ഭരിച്ചാലും ആ ഭരണകർത്താക്കൾ നിങ്ങളെ ഖാദിമീങ്ങളാക്കി തരാം ഞാൻ. അതല്ലേ അല്ലാഹുവിന്റെ വഅദ? രാജ്യം ആര് ഭരിച്ചാലും എന്താ? അതിന് അല്ലാഹുവിന്റെ വഅദയിലല്ലല്ലോ ഉറപ്പ്, മഖ്ലൂക്കിന്റെ പോലീസിലല്ലേ ഉറപ്പ്, സലഫികൾക്കടക്കം. എന്തൊരു ഖിയാമത്താണ് സംഭവിച്ചിരിക്കുന്നത്? അല്ലാഹുവിൽ ധൈര്യമില്ലാത്ത സലഫികളെ കൊണ്ട് ഇവിടെ നാശമല്ലാതെ വേറെന്താ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? കൂട്ടിലെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ പാരമ്പര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശദീകരിച്ചു തരാം. നമുക്കതിൽ പാഠമുണ്ടോ ഇല്ലേ ഈ കാലഘട്ടത്തിൽ എന്ന് നാം മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഇക്രിമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസാണ്. വളരെ പ്രസിദ്ധമായ സഹീഹായ, എല്ലാ റിപ്പോർട്ടർമാരും വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലം, അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സന്ദർഭം, അദ്ദേഹത്തിന് ഒരു ഖാദിമുണ്ട്. ആ ഖാദിമ് എപ്പോഴും അദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടാകും. കംബറ എന്ന പേരുള്ള ഒരാൾ. ഒരു ദിവസം ഈ ഖാദിമ് വന്നിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പള്ളിയുടെ വാതിൽക്കൽ ചില പുതുതായി വന്ന കുറെ ആൾക്കാരെ ഞാൻ കണ്ടു. അവരേതോ രാജ്യക്കാരാണ് അറിയില്ല. അവര് പള്ളിന്റെ വാതിൽക്കൽ കൂടിയിരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങളാണ് ഈ ആലമിന്റെ മുദബ്ബിർ എന്ന്, മുദബ്ബിറുൽ ആലം, അത് നിങ്ങളാണ് എന്ന് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അലി റളിയല്ലാഹു തആല കംബറയോട് പറഞ്ഞു, അവരെ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഒരുപാട് തവണ ഈ ഹദീസ് നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ബുഖാരി റഹിമഹുല്ലാ 2 പ്രാവശ്യം ഇക്രിമയിൽ നിന്ന് ഈ ഹദീസിനെ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? സെൽഫികൾക്ക് പാഠമാകാൻ, ഷിയാക്കൾക്ക് മുന്നറിയിപ്പാകാൻ. 2 കൂട്ടർക്കും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം വിശദീകരിക്കാൻ തീരുമാനിച്ചത്.
അലി റളിയല്ലാഹു തആല അൻഹു അവരെ വിളിച്ച് അലി അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ ഈ രീതിയിൽ എനിക്ക് ഉലൂഹിയത്ത് വാദിക്കുന്നുണ്ട് എന്ന് കേട്ടല്ലോ. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ അത് വിശദീകരിക്കുന്ന അങ്ങനെയാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പുതിയ മതം നിലവിലുണ്ടായിരുന്നു. അതെ, ശീഈ മതം. സാബിയാക്കള് എന്നാണ്, സബായിയാക്കള് എന്നാണ് അന്ന് ആ മതക്കാരെ അവരെ വിളിച്ചുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ ഷിയാക്കള് എന്ന് പറയുന്നവരെ. അബ്ദുല്ലാഹി ഇബ്നു സബഅ എന്ന ജൂതനായ ഈ മതത്തിന്റെ ആളായ അബ്ദുല്ലാഹി ഇബ്നു സബഇലേക്ക് ചേർത്തുകൊണ്ടാണ് സബായിയാക്കള് എന്ന കാലഘട്ടക്കാരും. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ അവരെ സബായിയാക്കൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഷിയാക്കള് എന്ന് പറയുന്ന വിഭാഗത്തെ, ഷിയാക്കള് എന്ന പേര് വന്നത് ഷിയത്തു അലി എന്ന അഡ്രസ്സിലാണ്. അലിയിന്റെ സംഘം. എന്തുകൊണ്ടാണ് അവർ അലിയിന്റെ സംഘമായത്? അതാണ് വർത്തമാന കാലഘട്ടത്തിലെ ഷിയാക്കളുമായിട്ട് നമ്മളതിനെ ബന്ധിപ്പിക്കേണ്ട കാരണം. ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കണം. ചിന്തിക്കാണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. പറയുന്ന ആളുടെ താടിയുടെ വണ്ണമോ കുപ്പായത്തിന്റെ നീളമോ വിമർശിച്ചൊന്നും കാര്യമില്ല. വിഷയം പഠിച്ചേ പറ്റൂ. സലഫി പ്രബോധകന്മാര്, പ്രത്യേകിച്ചിട്ട് പ്രാസംഗികന്മാർ, ഉലമാക്കൾക്ക് കാര്യം അറിയാം. സലഫി ഉലമാക്കൾക്ക് കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം വിഷമത്തിലാണ്. അതേസമയം പ്രാസംഗികന്മാർക്ക് കാര്യങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. ഈ സംഭവത്തിൽ നിന്ന് രണ്ട് കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്നുണ്ട് ഇബ്നു ഹജർ തങ്ങൾ. ഇന്നലെ നടന്ന സംഭവം അല്ലല്ലോ, ഏതോ കേരളത്തിൽ നടന്ന സംഭവം വിശദീകരിക്കും പോലെ തോന്നുന്നുണ്ടല്ലോ. നമുക്കതല്ലല്ലോ പ്രമാണം. കേരളത്തിൽ എന്ത് നടക്കുന്നു എന്നതല്ല നമുക്ക് പ്രമാണം. അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. ഇത് രണ്ടും വെച്ചുകൊണ്ട് സഹാബാക്കൾ പ്രവർത്തിച്ച് കാണിച്ചു തന്നു. അത് അങ്ങനെ തന്നെ തുടർന്നോളം ഖിയാമത്ത് നാൾ വരെ. അവരെയാണ് സലഫികൾ എന്ന് പറയുന്നത്. അതിനെ വ്യാഖ്യാനിച്ച് ഉൾട്ടിയാക്കി താല്പര്യമനുസരിച്ച് പറയുന്നവരെയാണ് നാം ഷിയാക്കൾ എന്ന് പറയുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഷിയാക്കൾ എന്ന് പറയുമ്പോൾ ഇറാനിലേക്ക് പോയിക്കോരുത്. ഇറാനിലാണ് അവര്, നമ്മുടെ കേരളത്തിൽ ഇല്ലെല്ലാം ചിന്തിച്ചു പോകരുത്. ഇറാന്റെ പ്രത്യേകത ഷീഈ മതത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് 1979 ഒരു രാജ്യം നിലവിൽ വന്നു എന്ന് മാത്രമാണ്. എന്നല്ലാതെ അവിടുന്ന് പൊട്ടിമുളച്ചതാണ് ഇത് എന്നാലും തെറ്റിദ്ധരിച്ചു പോകരുത്. സഹാബാക്കളുടെ കാലഘട്ടത്തിലെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ഇത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു അവരെ വിളിപ്പിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ഇലാഹാക്കി എന്ന് കേട്ടല്ലോ. എത്ര കൃത്യമാണ് ചോദ്യം. വാക്കുകൾ വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തഖൽതും അലിയൻ ഇലാഹ, നിങ്ങൾ അലിയിനെ ഇലാഹാക്കി എന്ന് കേട്ടല്ലോ, അത് ശരിയാണോ? അപ്പോൾ അവർ പറഞ്ഞ മറുപടി കേൾക്കണം. അതെ, നിങ്ങൾ ഞങ്ങളെ മാലിക്കും ഖാലിക്കും റാസിക്കുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കാൻ ഒക്കുമോ? നിങ്ങളാണ് ഞങ്ങളെ റബ്ബ്, നിങ്ങളാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, നിങ്ങളാണ് ഞങ്ങൾക്ക് മഴ തരുന്നത്, നിങ്ങളാണ് ഞങ്ങളെ ഉടമസ്ഥൻ, നിങ്ങളാണ് ഞങ്ങളെ കാര്യം നിയന്ത്രിക്കുന്നത്. മാലിക്ക് നിങ്ങളാണ്, ഖാലിക്ക് നിങ്ങളാണ്, മുദബ്ബിർ നിങ്ങളാണ്. ഒരു സംശയം ഞങ്ങൾക്കതിലില്ല. അള്ളാഹു നിങ്ങളെയാണ് പകരക്കാരനാക്കിയിരിക്കുന്നത്, നിങ്ങളെയാണ് പടച്ചവനാക്കിയിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഒരു തരിമ്പ് പോലും ഞങ്ങൾക്ക് മാറ്റമില്ല. റളിയല്ലാഹു അൻഹു ആകെ വേർത്തു. റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? ഞാൻ അബ്ദുള്ള, ഞാൻ അള്ളാന്റെ അടിമയാണ്. ഞാൻ സാലിഹായ അമലുകൾ ചെയ്താൽ എനിക്ക് അള്ളാഹു പ്രതിഫലം തരും. ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ അള്ളാഹിനോട് കാവലിനെ തേടുന്നു, അള്ളാഹു എന്നെ ശിക്ഷിക്കും. അതിൽ കവിഞ്ഞ നിങ്ങളെപ്പോലൊരു അടിമ മാത്രമാണ് ഞാൻ. അതിൽ കവിഞ്ഞ വേറെ ഒരു കാര്യവും അള്ളാഹുവിന്റെ അടുക്കൽ എനിക്കില്ല. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? നിങ്ങൾ ഈ നില തുടർന്നാൽ നിങ്ങൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. നിങ്ങളെ കടുത്ത രീതിയിൽ ഞാൻ ശിക്ഷിക്കും. നിങ്ങൾ മടങ്ങാൻ തയ്യാറാകണം, തൗബ ചെയ്യാൻ തയ്യാറാകണം. റളിയല്ലാഹു തആല എന്നോട് തൗബ ആവശ്യപ്പെട്ടു. അവരോട് ഷഹാദത്തിന്റെ കലിമ ചൊല്ലി മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു. അവരോട് അവർ വിലങ്ങി. അവർ പറഞ്ഞു, പറ്റൂല, ഞങ്ങളുടെ വിശ്വാസം ഇത് തന്നെയാണ്. നിങ്ങളില്ലെങ്കിൽ ലോകം നിയന്ത്രിക്കപ്പെടുകയില്ല, നിങ്ങളില്ലെങ്കിൽ ഈ പ്രപഞ്ചം കറങ്ങുകയില്ല, നിങ്ങളില്ലെങ്കിൽ ഇവിടെ ഭക്ഷണം കിട്ടൂല, വെള്ളം കിട്ടൂല. ഞങ്ങൾ ഒരു കാരണവശാലും അത് മാറ്റിപ്പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരെ മടക്കി അയച്ചു. എന്നിട്ട് പിറ്റേന്ന് വീണ്ടും വിളിപ്പിച്ചു. അവർ അതേ വാദത്തിൽ തന്നെ തുടർന്നു. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു അതിന്റെ ശറഹ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു
അവര് വീണ്ടും അത് ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അള്ളാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങളെ ഞാൻ കരിച്ചു കൊല്ലും, നിങ്ങളെ ഞാൻ ശിക്ഷിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ ഞാൻ കടുകടുത്ത രീതിയിൽ കൊല്ലുക തന്നെ ചെയ്യും, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഒരു കാരണവശാലും ഞങ്ങൾ മടങ്ങുകയില്ല, നിങ്ങൾക്ക് ശിക്ഷിക്കാൻ അധികാരമുണ്ട്, ഞങ്ങൾ അള്ളാഹുവാണ്. എങ്ങനെയുണ്ട്? വർത്തമാന കാലഘട്ടത്തിലെ മുദബ്ബിറുമായിട്ടൊന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ. ഏതോ മുസ്ലിയാരി പ്രപഞ്ചത്തിന്റെ മുദബ്ബിറാണ്, പഠിച്ചോനാണ്, റാസിക്കാണ്, ആയിസാണെന്നെല്ലാം പറഞ്ഞു ചേർത്ത് വായിച്ചു നോക്കിയേ. എന്ത് നയമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നടപടിയെടുക്കാൻ അധികാരമില്ലാത്തത് കൊണ്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നാ. അത് കുഫ്റാണ്, ശിർക്കാണ്, അത്തരക്കാർ കാഫിരീങ്ങളും മുശ്രിക്കുകളുമാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യക്കുറവാണ്? എന്ത് പറ്റി നിങ്ങൾക്ക്? നിങ്ങളെ ആരാണ് വഞ്ചിച്ചത്, ചതിച്ചത്? ഞാൻ സലഫി പ്രാസംഗികന്മാരോടാണ് ചോദിക്കുന്നത്. ബഹുമാനപ്പെട്ട അലി അല്ലാഹു തആല അൻഹു കന്ത്രയെ വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് നീ ഒരു കുഴി ഉണ്ടാക്കണം, ആ കുഴിയിൽ കുറെ വിറകുകൾ ശേഖരിക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട അലി അല്ലാഹു തആല അൻഹുവിന്റെ ഖാദിം വിറകുകൾ ശേഖരിച്ചു കുഴിയുണ്ടാക്കി. ഇവരെ വീണ്ടും കൊണ്ടുവന്നു. നിങ്ങളെ ഞാൻ കരിച്ചു കൊല്ലാൻ ഉദ്ദേശിക്കുകയാണ്, നിങ്ങൾ ചെയ്തത് കൊടും പാതകമാണ്. എന്താണ് അവർ ചെയ്ത പാതകം? അല്ലാഹുവിനെ നിഷേധിച്ചോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തള്ളി പറഞ്ഞോ? മുഹമ്മദ് റസൂലുള്ളാഹിയെ തള്ളി പറഞ്ഞോ? നിസ്കാരം ഉപേക്ഷിച്ചോ? അവർ നിസ്കരിക്കുന്നവരായിരുന്നില്ലേ? അലി അല്ലാഹു തആല അൻഹു മുസ്ലിമീങ്ങളെ കാഫിറാക്കി എന്നാണോ പറയേണ്ടത്? 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളെ അലി അല്ലാഹു തആല അൻഹു കൊല്ലാൻ തീരുമാനിച്ചെന്നാണോ പറയേണ്ടത്? ഷിയാക്കൾക്ക് നേരം വെളുക്കൂല, സലഫികൾക്ക് എന്താണ് നേരം വെളുക്കാത്തത് ഞാൻ ചോദിക്കുന്നത്. നേരം വെളുത്തേ പറ്റൂ. കേരളമടക്കമുള്ള രാജ്യം ശിർക്കിന്റെയും കുഫറിന്റെയും ബിദ്അത്തിന്റെയും നാശത്തിന്റെയും ഏമൂല കടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിക്കെടുത്ത രീതിയിൽ കയറി മറിയുകയാണ്. ഈ പോക്ക് പോയാൽ ഷിയാക്കൾ അതിൽ തീവ്രമാകുകയും സലഫികൾ അതിൽ മൗനം പാലിക്കുകയും ചെയ്താൽ നാശത്തിന്റെ വക്കത്താണ് കേരളത്തിന്റെ ആദർശരംഗം. ഗൗരവമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം ഈ വിഷയം, ഗൗരവമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം ഈ വിഷയം. ബഹുമാനപ്പെട്ട അലി അല്ലാഹു തആല അൻഹു അവരെ കൊണ്ടുവന്നു, വിറകുകൾക്ക് തീ വെച്ചു, ആ തീയിൽ അവരെ ഇട്ട് കരിച്ചു. കരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞ എന്താണെന്നറിയുമോ? അലി അല്ലാഹു തആല അൻഹുവിനോട്, നിങ്ങൾ ഞങ്ങളെ കരിച്ചോളൂ, കേൾക്കണം ശരിക്ക്, നിങ്ങൾ ഞങ്ങളെ കരിച്ചോളൂ, ഞങ്ങളെ കരിക്കാൻ അധികാരമുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ റബ്ബാണ്. എങ്ങനെയുണ്ട്? ഞങ്ങളെ ശൈഖുന നരകത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞങ്ങളും പോകാൻ തയ്യാറാണ്. ആരുടെ അനുയായികളാണ് ഇവർ? ഇവരെയാണോ സലഫികൾ പിന്തുണക്കേണ്ടത് ഭൂരിപക്ഷത്തിന്റെ പേരും പറഞ്ഞിട്ട്? ഇവരെയാണോ മയം സ്വീകരിക്കേണ്ടത് സൂഫി തരീക്കത്താണെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അശ്ശരി തരീക്കത്തുകാരാണെന്ന് പറഞ്ഞിട്ട് മൗനം ദീക്ഷിക്കേണ്ടത് ഇവരെയാണോ? ഞങ്ങളെ ശൈഖുന നരകത്തിലാണെങ്കിൽ ഞങ്ങൾ നരകത്തിൽ പോകാൻ തയ്യാറാണെന്ന് ഇന്നലെ വരെയും അനുയായികൾ പറഞ്ഞൊരു പ്രസ്ഥാനം കേരളത്തിലില്ലേ? ആരോടാണ് ഇവരെ ചേർത്ത് വായിക്കേണ്ടത് നാം? അന്ന് അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഞങ്ങളെ കരിച്ചോളൂ, ഞങ്ങൾക്ക് വിഷയമില്ല, നിങ്ങൾ ഞങ്ങളെ റബ്ബാണ്, നിങ്ങൾക്ക് ഞങ്ങളെ കരിക്കാൻ അവകാശമുണ്ട് എന്നാ പറഞ്ഞത്. അന്നത്തെ ആ ഷെയ്ഖും ഇന്നത്തെ ഷെയ്ഖുനെയും, അന്നത്തെ ആ മുരീദികളും ഇന്നത്തെ മുരീദികളും എന്ത് വ്യത്യാസമാണ് സഹോദരന്മാരെ ഉള്ളത്? ബഹുമാനപ്പെട്ട അലി അല്ലാഹു തആല അൻഹു അവരെ തീയിലിട്ട് കരിച്ച് ഭസ്മമാക്കി. അത് കഴിഞ്ഞിട്ട് ആ കുഴിയിലിട്ടവരെ മൂടി. ഫബലഗ ദാലിക് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇത് കൂഫയിലാണ് സംഭവിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉള്ളത് മദീനയിലാണ്. വിഷയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെത്തി. അലി റളിയല്ലാഹു തആല അൻഹു അധികാരം ഉപയോഗിച്ച് മുർത്തദ്ദുകളെ, അല്ലാഹു അല്ലാത്ത പകരക്കാരെ, അല്ലാഹു അല്ലാത്തവർക്ക് പകരത്വമുണ്ട്, അല്ലാഹു അല്ലാത്ത ശൈഖുകൾക്ക് വലിയുകൾക്ക് മഹത്വമുണ്ട്, അവർക്ക് അല്ലാഹ് പകരക്കാരാണ്, നിദ്ദുകളാണ്, അള്ളാഹിന്റെ പകരക്കാരാണ് എന്ന് വിശ്വസിച്ചവരെ തീയിലിട്ട് കരിച്ചു കൊന്നിട്ടുണ്ട് എന്ന വിഷയം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് കിട്ടി. ഞാൻ നിങ്ങളോട് പ്രമാണമാണ് പറയുന്നത്, എൻ്റെ വകയല്ല, ഞാനത് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രമാണം പറയുമ്പോൾ എൻ്റെ താടിൻ്റെ വണ്ണവും ഇപ്പോൾ ജുബ്ബൻ്റെ നീളവും അളന്നിട്ട് കാര്യമില്ല. സലഫി പ്രബോധകന്മാരോടാണ് ഞാൻ ഈ പറയുന്നത്, പ്രാസംഗ്യന്മാരോട്, ആലിമിങ്ങളോടല്ല. ആലിമിങ്ങൾ അത് ചെയ്യില്ല. ഷിയാക്കളുടെ രീതി ഇപ്പം നമുക്ക് മനസ്സിലായി. വർത്തമാനകാല ഷിയാക്കളെ നിങ്ങൾ സ്റ്റേജ് കെട്ടിട്ട് ചീത്ത പറഞ്ഞിട്ട് നന്നാക്കാൻ മെനക്കെടണ്ട, നന്നാവൂല. ഇതാണ് സമൂഹം. അലി അല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ഞങ്ങളെ റബ്ബാണ്, ഞങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് അധികാരമുള്ളത് കൊണ്ടും ഞങ്ങൾ രക്ഷാശിക്ഷന്റെ ഉടമസ്ഥൻ നിങ്ങളായതുകൊണ്ടുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ കൊല്ലുകയോ കരിക്കുകയോ എന്തോ ചെയ്തോ, ശൈഖുന എന്തു വേണമെങ്കിലും ചെയ്യട്ടെ, മുടി വളരുകയോ മുടി മരിക്കുകയോ മുടി ജീവിക്കുകയോ എന്ത് പറഞ്ഞാലും അമ്പെള്ളം കുടിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
അവരും ഇവരും തമ്മിൽ എന്ത് വ്യത്യാസമാണ് നിങ്ങൾക്ക് കാണുന്നത്? നമ്മുടെ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന അബദ്ധമാണെങ്കിൽ തിരിച്ചിത്താ. എൻ്റെ താടിൻ്റെ നീളമൊക്കെയല്ല വേണ്ടത്. സെൽഫി പ്രാസംഗികന്മാരോട് പറയുന്നത് എൻ്റെ ജുബൻ്റെ നീളമൊക്കെയല്ല. എനിക്ക് തിരിച്ചിത്താ, ഞാൻ തിരുത്താൻ തയ്യാറാണ്. പക്ഷെ മാ കാലല്ല വെച്ചുകൊണ്ടായിരിക്കണം, ഒമാ കാല റസൂലുള്ള വെച്ചുകൊണ്ടായിരിക്കണം, അസാറു സഹാബ വെച്ചുകൊണ്ടായിരിക്കണം. അതൊക്കെ ശരിയാണ്. ഞങ്ങളെ സംഘടനൻ്റെ പ്രമേയം ഇങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ നടക്കൂല. ഞാൻ നിങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞാൻ അംഗീകരിക്കൂല എന്ന്. എൻ്റെ നിലപാടുകൾ എൻ്റെ നിലപാടുകളാണ്, വേറെ ആരുടെയും നിലപാടുകളല്ല ഞാൻ പറയുന്നത്. പ്രമാണം വെച്ചുകൊണ്ടുള്ള നിലപാടാണ് ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് വിവരം കിട്ടി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ സന്ദർഭത്തിൽ പ്രതികരിച്ചത് എന്താണെന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, തീർച്ചയായും അലി ഇബ്നു അബീ ത്വാലിബ് തീ കൊണ്ട് കരിച്ച് ശിക്ഷിച്ചത് ശരിയായില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എന്തുകൊണ്ട് ശരിയായില്ല? ബിഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ഹദീസ് ഉള്ളത് കൊണ്ട് ശരിയായില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇത് വെച്ചിട്ടാണ് ഷിയാക്കൾ കളിക്കുന്നത്. പക്ഷെ ഷിയാക്കൾ കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അലിയിനെയാണ് ചോദ്യം ചെയ്തത്, അതുകൊണ്ട് നമ്മളും അലിയിനെ ചോദ്യം ചെയ്യും എന്നൊന്നും പറഞ്ഞുകൊണ്ടാ. ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എടുക്കുമ്പോൾ ആരെയാണ് ന്യായീകരിക്കുന്നത് കൂടി നോക്കണം. ഏതെങ്കിലും മുസ്ലിയാരിയോ മൗലവിനെയോ അല്ല ന്യായീകരിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ്, അലി റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്തു പറഞ്ഞു റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി? തീർച്ചയായിട്ടും അദ്ദേഹം തീ കൊണ്ട് കത്തിച്ചത് ശരിയായില്ല. കാരണം അഷ്റഫുൽ ഖൽക്കിന്റെ ഒരു ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് ഹദീസ്? ലാ തുഅദ്ദിബു ബിഅദാബില്ലാഹ്, അള്ളാഹ് ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾ ശിക്ഷിക്കാൻ നിൽക്കരുത്. കാരണം തീ എന്നത് അള്ളാഹ് ശിക്ഷിക്കാൻ ഉപയോഗിച്ചതാണ്. നാറ്, നിഷേധികളെ, കാഫിരിങ്ങളെ, മുശ്രിക്കീങ്ങളെ, പാവികളെ അള്ളാഹു ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് തീയാണ്, നരകമാണ്. അല്ലാഹു തആല വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം, ജഹന്നമിന്റെ തീയിലാണ് നാം അവരെ കരിക്കുക. അപ്പൊ അല്ലാഹു തആല ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന തീ ഉപയോഗിച്ച് നമ്മൾ സൃഷ്ടികളെ ശിക്ഷിക്കാൻ നിൽക്കരുത്. നിയമപരമായ ശിക്ഷ പാടില്ല. വലൗ കുന്തു, ഇനി ഞാനാണെങ്കിൽ തന്നെയും ലഅഖ്തുലന്നഹും, തീർച്ചയായിട്ടും ഞാൻ അവരെ കൊല്ലുക തന്നെ ചെയ്യും. ആ വാക്ക് മറച്ചു വെക്കും. ഈ ന്യായീകരണക്കാർ ആ വാക്ക് മറച്ചു വെക്കും, അതിന്റെ അപ്പുറം പറയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊല്ലല് ശരിയായില്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ എങ്ങനെയാണ് നമ്മളിവിടുത്തെ ജാറക്കാരെ കാഫിറാക്കുക? പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ ജാറക്കാരെ മുശ്രിക്കാക്കുക? ഇവിടെ അള്ളാഹു അല്ലാത്ത മുദബ്ബിറാണ് ഇന്ന മുസ്ലിയാരി എന്ന് പറയുന്നവനെ എങ്ങനെയാണ് നമ്മൾ മുശ്രിക്കാക്കുക? അവനെങ്ങനെയാണ് കാഫിറാക്കുക? ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അന്ന് കാഫിറാക്കിയതിനെ എതിർത്തില്ലേ? എന്തിനാണ് നമ്മളെ വികാരത്തെ, നമ്മളെ ഹവയെ ന്യായീകരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഷിയാക്കളെ നേരത്തെ നാം പറഞ്ഞല്ലോ, അവരെ തിരുത്താൻ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. നൂറ്റാണ്ടുകളോളം മെനക്കെട്ടാലും അതിൽ നിന്ന് ആരെങ്കിലും നിഷ്പക്ഷമായി നമ്മളെ വാക്ക് കേട്ടിട്ട് തൗഹീദ് സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ. എന്നല്ലാതെ മൊത്തത്തിൽ ഈ ഷിയാക്കൾ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ഒരു സലഫിയും വിചാരിക്കണ്ട, ഒരു സംഘടനയും വിചാരിക്കണ്ട. അത് ചരിത്ര യാഥാർത്ഥ്യത്തിനെതിരാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇങ്ങോട്ട് അഷ്റഫുൽ ഖൽക്ക് വരെയും അഷ്റഫുൽ ഖൽക്കിന് ശേഷമുള്ള 3 തലമുറകളിലും ചരിത്രത്തിന്റെ യാഥാർത്ഥ്യമാണ്. ഭൂരിപക്ഷം എപ്പോഴും ആ ശിർക്കിലും കുഫറിലും തുടരും. മോമിനീങ്ങൾ വളരെ ചെറിയ ന്യൂനപക്ഷം മാത്രമായിരിക്കും. ദഅവത്ത് എന്നത് നമ്മുടെ ഈമാനെ രക്ഷപ്പെടുത്താനുള്ളതാണ്, ഷിയാക്കളെ രക്ഷപ്പെടുത്താനുള്ളതല്ല. ദഅവത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെയും നിങ്ങളെയും ഈമാൻ ഇസ്തിഖാമത്ത് ഉണ്ടാക്കാനാ. ഏതൊരു കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കുമോ അതായിരിക്കും അവന്റെ മനസ്സിൽ പതിയുക. ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഒരാള് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഊണും ഉറക്കവും ആ പ്രശ്നത്തിലാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെയാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞത്, വലൗ കുന്തു അന ലഅഖ്തുലന്നഹും, തീർച്ചയായും ഞാനാണെങ്കിലും അവരെ കൊല്ലുക തന്നെ ചെയ്യും ഞാൻ. എന്താ കാരണം? ബിഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞ വാക്കിനെ പരിഗണിച്ചുകൊണ്ട്. എന്താ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു, മൻ ബദ്ദല ദീനഹു, ഏതൊരുത്തൻ അവന്റെ ദീനിനെ മാറ്റിക്കളഞ്ഞാൽ, മതം മാറിയാൽ, ഏതൊരുത്തൻ തന്റെ മതം മാറിയാൽ, മൻ ബദ്ദല ദീനഹു, അതിന്റെ ശരീഅത്തിന്റെ ക്രിമിനൽ പ്രൊസീജർ അനുസരിച്ച് അതിന്റെ മിനിമം ശിക്ഷ അവനെ കൊല്ലലാണ്. ഫഖ്തുലൂഹു, അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു.
അധികാരം കയ്യിലുള്ളവർക്ക് മാത്രം അവകാശമുള്ളതാണത്. അതുകൊണ്ടാണ് ഇന്നത് ശിർക്കാൺ, ഈ ശിർക്ക് ചെയ്യുന്നവൻ മുശ്രിക്കാൺ, അവനെ തുടർന്നിരിക്കാൻ പാടില്ല. ഇന്നത് കുഫറാൻ, ഈ കുഫർ ചെയ്യുന്നവൻ കാഫിറാൻ, അവനെ തുടർന്ന് നിസ്കരിക്കാൻ പാടില്ല. അതേ അവസരത്തിൽ ഇത് ശിർക്കാൺ, ഇന്ന ആള്, ഇന്ന പള്ളിയിലെ ഇന്ന മൊയ്ലിയാര്, ഇന്ന മുഹമ്മദ് മുസ്ലിയാര്, ഇന്ന നാട്ടുകാരൻ, അയാള് കാഫിറാൻ എന്ന് നമ്മൾ പറയില്ല. എന്തുകൊണ്ട്? നടപടിയെടുക്കാൻ ഖിലാഫത്ത് ഇല്ലാത്തത് കൊണ്ട്, പറയാൻ പറ്റാത്തത് കൊണ്ടല്ല, അധികാരം കയ്യിലില്ലാത്തത് കൊണ്ട്. അധികാരം ബയ്യത്ത് ചെയ്യപ്പെട്ട ഇമാമിന് മാത്രമേ അത് പറയാൻ അവകാശമുള്ളൂ. അതേ അവസരത്തിൽ ഇത് കുഫ്റാണ്, ശിർക്കാണെന്ന് പറയാൻ അധികാരം വേണ്ട. ഇന്ന സമൂഹം കാഫിറീങ്ങളാണ്, ഇന്ന സമൂഹം മുശ്രിക്കുകളാണെന്ന് പറയാനും അധികാരം വേണ്ട. ഇന്നാള് വ്യക്തിപരമായി മുഅയ്യനായി ഇന്ന വ്യക്തി കാഫിറാൻ, ഇന്ന വ്യക്തി മുശ്രിക്കാൻ എന്ന് പറയണമെങ്കിൽ അവനെ അതിന്റെ ശരീഅത്ത് കോഡനുസരിച്ച് അവനെ ശിക്ഷിക്കാനുള്ള അധികാരം കൂടി ഇയാളെ കയ്യിൽ ഉണ്ടാവണം. നമുക്കതില്ല. നമ്മളൊരു പ്രത്യേക രാജ്യത്ത് ജീവിക്കുന്നവരാണ്. നമുക്ക് ഇവിടുത്തെ ക്രിമിനൽ സംവിധാനങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഭരണം കൃത്യമായ നിയമവ്യവസ്ഥ നടപ്പിലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത അതിന്റെ ക്രിമിനൽ പ്രൊസീജിയർ ഗവൺമെന്റിന്റെ അധികാരത്തിലും കോടതിയുടെ അധികാരത്തിലും നിക്ഷിപ്തമാണ്. അതിന്റെ സിവിൽ പ്രൊസീജിയർ അത് വ്യക്തികൾക്കും മതക്കാർക്കും സ്വതന്ത്രമാണ്. ആദർശത്തിന്റെ വിഷയത്തിൽ അങ്ങനെയാണ്. ആദർശപരമായി ശിക്ഷിക്കാൻ അധികാരം നമുക്കില്ല. കാരണം രാജ്യത്തിന്റെ ഭരണത്തെ നാം ബയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓരോ വോട്ടും ഇവിടുത്തെ ഭരണകൂടത്തോട് കഴിക്കുന്ന ബയ്യത്താണ്. നമ്മൾ ബൂത്തിൽ ചെന്ന് നമ്മൾ വോട്ട് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ എന്താണ് നമ്മൾ പറയുന്നത്? ആ വോട്ടിലൂടെ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളെ സംഘടിപ്പിച്ച് എനിക്ക് സപ്ലൈ ചെയ്യാനുള്ള അധികാരം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. ഇങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ വോട്ടർമാർ തെരഞ്ഞെടുക്കുന്നത്. അതിന്റെ ഇസ്ലാമിക കാഴ്ചപ്പാടും പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനെയാണ്. ഓരോ വോട്ടും ബൈഅത്തിന് തുല്യമാണ്. രണ്ട് രീതിയാണ് ഇന്ത്യൻ ഭരണഘടന നമ്മളെ ഭരിക്കുന്നത്. ഒന്ന് ആദർശപരമായ രീതി, അതിന്റെ അവകാശപരമായ രീതി. അവകാശം എന്താണ്? ഇവിടെ ജീവിക്കുന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യുക എന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന 500 ചില്ലാനം വരുന്ന MP-മാർക്ക് പാർലമെന്റ് ഡൽഹിക്ക് ചെന്നാൽ ചെയ്യാനുള്ള ജോലി. ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഭരണഘടന വെച്ച് ഇന്ത്യ രാജ്യത്തുള്ള പ്രജകളെ നരകത്തിലേക്ക് അയക്കാനുള്ള നിയമമില്ല, സ്വർഗത്തിലേക്ക് അയക്കാനുള്ള നിയമവുമില്ല. സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനും നരകത്തിന് വേണ്ടി പണിയെടുക്കാനും ഭരണഘടന അനുസരിച്ച് ഭരണാധികാരികൾക്ക് അവകാശം നമ്മൾ കൊടുത്തിട്ടില്ല. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയിൽ അത് ഇല്ലാത്തത് കൊണ്ട് അതേ അവസരത്തിൽ ആദർശപരമായ സ്വാതന്ത്ര്യം ഭരണഘടന നൽകിയിട്ടുണ്ട്. വ്യക്തികൾക്ക് വ്യക്തി സ്വാതന്ത്ര്യം ആദർശരംഗത്ത്, സമൂഹത്തിന് സാമൂഹ്യ സ്വാതന്ത്ര്യം ആദർശരംഗത്ത്. ഏതു മതവും സ്വീകരിക്കാം, ഏതു മതവും പ്രചരിപ്പിക്കാം. അത് ഇന്ത്യൻ ഭരണഘടനയിലെ സിവിൽ ക്രിമിനൽ ആക്ടുമായിട്ട് യുദ്ധത്തിന് പ്രഖ്യാപിക്കുന്ന രീതിയിലാകാൻ പാടില്ല എന്ന് മാത്രം. ഇതൊന്നും അറിയാത്തവരല്ല കഴിഞ്ഞുപോയ സലഫി പണ്ഡിതന്മാര്. ഒരു നൂറ്റാണ്ട് ജീവിച്ച് മരിച്ചുപോയ സലഫി പണ്ഡിതന്മാർ ഇതൊന്നും അറിയാത്തവരല്ല. അതുകൊണ്ട് തന്നെ ആവശ്യ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട സിവിൽ ക്രിമിനൽ വിഷയം ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് യോജിച്ചു പോകാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. നാം വോട്ടിങ്ങിലൂടെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഔഫൂ ബിൽ ഉഖൂദ്. നിങ്ങൾ ആർക്ക് എന്ത് കരാർ കൊടുത്തിട്ടുണ്ടെങ്കിലും പൂർത്തിയാക്കിക്കൊള്ളണം, അല്ലെങ്കിൽ പരസ്യമായി നിങ്ങൾ കരാർ പിൻവലിക്കണം. ഉള്ളിൽ നിന്ന് വിപ്ലവം ഉണ്ടാക്കരുത്, ഉള്ളിൽ നിന്നിട്ട് വിപ്ലവവും ബഹളം ഉണ്ടാക്കരുത്. ഭരണകൂടത്തിനെതിരായിട്ട് വിപ്ലവമില്ല. നിങ്ങൾ പരസ്യമായി ആദ്യം ഞങ്ങൾ ഇതിനോട് യോജിക്കില്ല, ഇന്ത്യൻ ഭരണഘടനയോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ പുറത്തു പോകുന്നു എന്ന് പറ. എന്നിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കും, അതിൽ ന്യായമുണ്ട്. നിങ്ങൾ ഉള്ളില് ആനുകൂല്യങ്ങളെല്ലാം പറ്റുന്നവരും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പിള്ളേരെ പിറകി കൊടിപിടിക്കാൻ കിട്ടിയാൽ നിങ്ങൾ അതിനെ ഭീകരമായി നേരിടുകയും ചെയ്യുന്ന രീതി ഇസ്ലാമിനോട് യോജിച്ച് പറയേണ്ട. അതിൽ ഇസ്ലാമിക ചരിത്രം നിങ്ങളെ യോജിപ്പിച്ച് പറയുകയും ചെയ്യേണ്ട. അതേ അവസരത്തിൽ ആദർശപരമായ കാര്യങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. തീർച്ചയായും റബീഉൽ അവ്വൽ മാസം റസൂലുള്ളാഹി തങ്ങളുടെ പേരിലുള്ള ആണ്ട്, റബീഉൽ ആഖിർ മാസം മൊരീശക്കങ്ങളുടെ പേരിലുള്ള ആണ്ട്, ജുമാദുൽ അവ്വൽ മാസം റിഫായി ഷേഖിന്റെ പേരിലുള്ള ആണ്ട്, ജുമാദുൽ ആഖിർ മാസം ഷൗരി തങ്ങളുടെ പേരിലുള്ള ആണ്ട്, റജബ് മാസം മിറാജിന്റെ പേരിലുള്ള ആണ്ട്. ഷഅബാൻ മാസത്തിലും റമദാനിലും പ്രത്യേക ആണ്ടുകളില്ല. കാരണം എന്താ? ഉണ്ട്. ഷഅബാൻ മാസത്തിൽ പ്രത്യേക ആണ്ടില്ല, അതിന് ബറാത്തുത്സവം. റമദാൻ മാസത്തിൽ ഫാത്തിമ ബീബിന്റെ ആണ്ട്, അല്ലെങ്കിൽ ബദരീങ്ങളാണ്ട്. കാരണം 2 ആണ്ടാണ് ചിലർക്ക്. ഒന്ന് ഫാത്തിമ ബി വഫാത്തായത് റമദാൻ മാസത്തിലാണ്, മരണം ആഘോഷിക്കുക എന്നുള്ളതാണല്ലോ. അതേപോലെ തന്നെ ബദരീങ്ങള് അതും നടന്നത്. അപ്പം ബദരീങ്ങളാണ്ടും ഫാത്തിമ ബീബിന്റെ ആണ്ടും, ഇങ്ങനെ ആണ്ടുകളോടാണ്ട്. ഒപ്പം
അപ്പുറത്ത് മഹാബലിയുടെ ആണ്ട്, മഹാവിഷ്ണുവിന്റെ ആണ്ട്, യേശുക്രിസ്തുവിന്റെ ആണ്ട്, ഉസൈറിന്റെ ആണ്ട്, മുത്തപ്പന്റെ ആണ്ട്, അയ്യപ്പന്റെ ആണ്ട്, ആണ്ടോടാണ്ട്. മതക്കാർക്ക് ആദർശത്തിന്റെ ഭാഗവും അല്ലാത്തവർക്ക് ബിസിനസിന്റെ ഭാഗവുമാണ് ഈ ആണ്ടുകൾ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കൊണ്ടോട്ടിത്തങ്ങൾ കുബ്ബ ഉണ്ടാക്കി അവിടെ ഉറൂസ് തുടങ്ങിയത് ബിസിനസിന് വേണ്ടിയാണെന്ന് നിഷേധിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ആ കുബ്ബന്റെ ചോട്ടിൽ ഇന്നും കളച്ചു നോക്കാൻ മയ്യത്ത് കാണുമോ? അന്ന് യമനിൽ നിന്ന് വന്ന സൂഫി ശേഖന്മാര് കുബ്ബ ഉണ്ടാക്കി മലബാറിലെ ജനങ്ങൾക്ക് ബിസിനസിന് വേദി ഉണ്ടാക്കി കൊടുക്കുകയല്ലേ മലപ്പുറക്കാർക്ക്, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്ത മലപ്പുറക്കാർക്ക്. 10 ദിവസം റോഡ് സൈഡിൽ പന്തല് കെട്ടി കായും പാളിയും വിറ്റിട്ട് ചക്കക്കുരും അതേപോലെ തന്നെ പുയിങ്ങതും മൈജതും വിറ്റിട്ട് ഒരു 5-6 മാസത്തേക്ക് ജീവിക്കാനുള്ള വകയുണ്ടാക്കാനുള്ളതല്ലേ ആ ഉറൂസ്. ആ കൊണ്ടോട്ടി ഉറൂസിനോടനുബന്ധിച്ച് കേരളത്തിൽ ആയിരക്കണക്കിന് ഉറൂസുകൾ മതത്തിന്റെ ഭാഗമാക്കിയത് ആരാണ്? ഇവിടുത്തെ ജൂതനും ജൂതന്റെ ഏജൻസികളും, അല്ലെങ്കിൽ പിന്നെ ആരാ? അതുകൊണ്ട് തന്നെ ആദർശപരമായ വിയോജിപ്പ് തന്നെയാണ്. അത് ഷെയ്ഖ് പറഞ്ഞാലും തങ്ങൾ പറഞ്ഞാലും ടീച്ചർ പറഞ്ഞാലും ആര് പറഞ്ഞാലും ആദർശപരമായ വിയോജിപ്പ് തന്നെയാണ്. ചിങ്ങം 1 അത്തം മുതൽ 10 തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മാവേലിയെ ചവിട്ടിത്താത്തിയ വാമനമൂർത്തിയെയും അതിന് അവതാരം കൊടുത്ത വിഷ്ണുവിനെയും ആരാധിക്കാനുള്ള 10 ദിവസത്തെ ഏർപ്പാടല്ലെങ്കിൽ പിന്നെ എന്താ? അതിന്റെ പേരിൽ ബിസിനസ് അപ്പുറത്ത് നടത്തും. ആ ബിസിനസിന്റെ കടയിൽ പോയിട്ട് സാധനം വാങ്ങാൻ പറ്റൂല നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ഉത്സവത്തിൽ പങ്കെടുക്കേണ്ട നമ്മൾ പറഞ്ഞിട്ടില്ല. ആദർശത്തിന്റെ ഭാഗമാണോ അല്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. അത് ഹിന്ദു പണ്ഡിതന്മാരാണ് തീരുമാനിക്കേണ്ടത്, രാഷ്ട്രീയക്കാരല്ല. ഹിന്ദു പണ്ഡിതന്മാരാണ് ഓണം ആരാധനയുടെ ഭാഗമല്ല, വെറും ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് അന്നും ഇന്നും കേരളത്തിലെ ഹിന്ദു പണ്ഡിറ്റുമാര് പറഞ്ഞത്. അത് ആരാധന തന്നെയാണ്. രാവിലെ മുതൽ എല്ലാ ദിവസവും പൂജകൾ നടക്കുന്നുണ്ട്. അത്തം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ആ മഹാന്മാർക്ക് പൂജകൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൂക്കളം തീർച്ചയായിട്ടും ആരാധനയുടെ ഭാഗമാണ്. രാവിലെ പോകുന്ന തിരുവോണം നക്ഷത്രത്തിന്റെ അന്ന് അമ്പലത്തിൽ പോയി തൊഴുന്നത് തീർച്ചയായിട്ടും അത് ആദർശത്തിന്റെ ഭാഗമായിട്ടാണ്. മുസ്ലിമീങ്ങൾ കയറിയായ ആദർശം കൊളാക്കരുത് നമ്മൾ പറയുന്നത്. ഓരോ മതക്കാരും മാന്യതയോടുകൂടി അവർ ആഘോഷം നടത്തട്ടെ, ആരാധന നടത്തട്ടെ. ഹിന്ദുക്കളുടെ ആരാധനയിൽ കയറി മുസ്ലിമീങ്ങൾ കൊളാക്കാൻ മെനക്കെടരുത്. മുസ്ലിമീങ്ങളുടെ ആരാധനയിൽ കയറി ഹിന്ദുക്കൾ കൊളാക്കാറില്ലല്ലോ. മുസ്ലിമീങ്ങളെ ഇബാദത്തിൽ കയറിയിട്ട് ഹിന്ദുക്കൾ കൊളാക്കാൻ നിൽക്കാറുണ്ടോ? ഏതെങ്കിലും പെരുന്നാളിന്റെ ദിവസം ഇവിടുത്തെ കുഞ്ഞിരാമൻ സാറും നാരായണൻ സാറും വന്നിട്ട് മുമ്പ് സഫിൽ കൈയ്യട്ടാൻ നിൽക്കലുണ്ടോ? അതേപോലെ തന്നെ ജോർജ് സാറ് വരാറുണ്ടോ? ക്രിസ്ത്യാനികൾ ആരെങ്കിലും മുസ്ലിമീങ്ങൾ ആരാധന കൊളാക്കാൻ നിൽക്കാറുണ്ടോ? മുസ്ലിങ്ങൾ മാത്രമായിട്ട് എന്തിനാണ് മറ്റുള്ളവരുടെ ആരാധനയിൽ കയറിയിട്ട് കൊള്ളാൻ നിൽക്കുന്നത്? അത് മുസ്ലിമീങ്ങൾക്ക് നിയമപരമായ വിഷയമുള്ളത് കൊണ്ട് അതിനെ എതിർക്കുന്നവർക്ക് അത് താല്പര്യം കാണും. അതുകൊണ്ട് ആദർശത്തെ ആദർശമായി കാണണം, മതത്തെ മതമായി കാണണം. അത് മതക്കാരുടെയും ആദർശക്കാരുടെയും അടിസ്ഥാനപരമായ യോഗ്യതയാണ്. സന്തോഷം തോന്നിയത് ചാനലുകളിൽ ഹിന്ദു മതത്തിൽപ്പെട്ട ചില സുഹൃത്തുക്കള് ആ ടീച്ചറുടെ ആദർശബോധത്തെ കൃത്യമായി പറയുകയും അതിലെന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനാ നേതാക്കന്മാര്, പ്രത്യേകിച്ചിട്ട് ആദർശ നേതാക്കന്മാര് പറയേണ്ട വിഷയമായിരുന്നു. അവര് മിണ്ടിയില്ല. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ളത് ആദർശമല്ല, മറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന മറ്റെന്തോ. ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ നേടാൻ ആഗ്രഹിക്കുന്നു. ഒന്നിക്കൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ സാമ്പത്തികം, അല്ലെങ്കിൽ പിന്നെന്താ. ഇവിടെ നിങ്ങൾ തിരിച്ചു വാ. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ നടപടിക്രമത്തെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താണ്? വലൗ കുന്തു അന ലഅഖ്തുലന്നഹും ബിഖൗലി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വാക്ക് വെച്ചുകൊണ്ട് ഞാനാണെങ്കിലും അവരെ കൊല്ലുക തന്നെ ചെയ്യും. എന്താ കാര്യം? അഷ്റഫുൽ ഖൽഖ് പറഞ്ഞിട്ടുണ്ട്, മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ഇവിടെ റസൂലുള്ളാഹി തങ്ങളെ ഹദീസ് എടുത്തു ധരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് കുഫ്ർ കൊണ്ട് ഫത്വ കൊടുത്തത്, റിദ്ദത്ത് കൊണ്ട് ഫത്വ കൊടുത്തത് ആരെയാണ്? ഹിന്ദുക്കളെയാണോ? ക്രിസ്ത്യാനികളെയാണോ? ജൂതന്മാരെയാണോ? മജൂസികളെയാണോ? അതോ കൃത്യമായി 5 നേരം നിസ്കരിക്കുന്ന മസ്ജിദുൻ നബവിയിൽ കൃത്യമായി ഹാജരാകുന്ന അലി റളിയല്ലാഹു തആല അൻഹുവിനെ, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ നോമ്പ് കൃത്യമായി നോക്കുന്ന
ഹജ്ജ് കൃത്യമായി ചെയ്യുന്ന ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ അവര് മുർത്തദ്ദുകളായി എന്നത് ബഹുമാനപ്പെട്ട അലി ഈ ലോകത്തിന്റെ മുദബ്ബിറാണ്, ഈ ലോകം നിയന്ത്രിക്കുന്നത് അലിയാണ് എന്ന് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവര് മുർത്തദ്ദാണ്, അവരെ കൊല്ലുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ ചരിത്രവുമായി യോജിച്ചു കൊണ്ടുപോകാൻ പറ്റിയ വിഭാഗം ആരാണ്? പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ നാം അത്രേ പറയുന്നുള്ളൂ. ആരെയും അടിച്ചേൽപ്പിക്കുന്ന ജോലിയല്ല നമ്മുടേത്. പ്രമാണങ്ങൾ കൃത്യമാണോ എങ്കിൽ അത് സ്വന്തം ജീവിതത്തിൽ വളരെ ശക്തമായി നടപ്പിലാക്കുക. അത് സമൂഹത്തോട് വിളിച്ചു പറയുക. എന്തിനെന്നറിയോ? ഇവിടെ ആളെ കൂട്ടാനല്ല, മെമ്പർമാരെ കൂട്ടാനും അല്ല, നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ. അങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ട് കിട്ടുമെന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. ആര് കേട്ടു, ആര് അംഗീകരിച്ചു, ആര് പ്രതികരിച്ചു എന്നുള്ളതല്ല വിഷയം. മറിച്ച് ഇത് ദീനാണ്. ആ ദീൻ കൃത്യമായി സമൂഹം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ വളരെ കൃത്യമായി ശ്രദ്ധിച്ചോളണം. എൻ്റെ ശബ്ദം കേൾക്കുന്നവരോട്, നേരിട്ട് കേൾക്കുന്നവരോട്, അതേപോലെ തന്നെ മീഡിയകളിലൂടെ കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. ഈ മിമ്പർ ഉപയോഗിച്ചുകൊണ്ട് നാം നമ്മുടെ ഷഹാദത്തിനെ വീണ്ടും വിചാരം നടത്തണം. അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അത് പുനർനിർമ്മിക്കേണ്ടി വരുമോ, അതോ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ എന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദയെ പറ്റി നാം ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് ആവശ്യമാണ്. ഇൽമിൽ ഒരുപാട് ബർക്കത്ത് അല്ലാഹു നസീബാക്കട്ടെ. ആ ഇൽമനുസരിച്ച് അമൽ ചെയ്യാൻ സകല സൗഭാഗ്യങ്ങളും അല്ലാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടാമത്തെ ഷഹാദ. രണ്ടാമതായിട്ട് നാം അല്ലാഹു തആല കൊടുത്ത ഉറപ്പ്, അല്ലാഹുമായി നാം നടത്തിയ കരാർ എന്താണത്? അശ്ഹദു. എൻ്റെ ശബ്ദം കേൾക്കുന്നവർ, പരിസരത്തുള്ള സ്ത്രീകൾ, വീട്ടുകാര്, ഈ കൊല്ലമ്പാടിയിലെ മഹല്ലത്തുകാര് സന്തോഷത്തോടെ, ഗുണകാംക്ഷയോടെ നാളെ നമുക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ, ദുനിയാവിൽ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ലാ ഉരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നിങ്ങളുടെ ആരുടെയും ഒരു സപ്പോർട്ടോ ഒരു പിന്തുണയോ സാമ്പത്തികമോ മറ്റോ ആയ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആവശ്യമോ വല്ലാഹി മിമ്പറിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ വാക്കുകൾ കേട്ട് ഷഹാദത്തിന് പുനർനിർമ്മാണം നടത്തി അള്ളാഹ് കൊടുത്ത കരാർ അനുസരിച്ച് ജീവിച്ച് അവസാനം വരെ ആ ഷഹാദത്ത് നിലനിർത്തി മരിക്കുന്നവർ നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഇവനാണ് അതിന് കാരണക്കാരനെന്ന് ആഖിറത്തിൽ അള്ളാഹിന്റെ കോടതിക്ക് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എനിക്ക് ആസ്വദിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്ര കൃത്യമായി. എന്നല്ലാതെ ആരെയും ഒപ്പിച്ച്, ഏതെങ്കിലും സംഘടനയെ ഒപ്പിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനന്റെ സർക്കുലർ ഒപ്പിച്ച്, ഭൂരിപക്ഷത്തെ ഉറപ്പിച്ച്, കേരള സ്റ്റേറ്റിനെ ഉറപ്പിച്ച് ഇന്ത്യയിൽ ഇല്ല. അങ്ങനെ ഒരു പരിപാടിയുമില്ല. ഇന്ന് തന്നെ മരണം സംഭവിച്ചാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഈ വാക്കുകൾ സാക്ഷിയാണ്. അല്ലാഹു തആല പറഞ്ഞു, വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫ. അല്ല, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് തുടങ്ങി യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമിക്ക് പറയാനുള്ളത് ഭൂമിയെ അല്ലാഹു പറയിപ്പിക്കും. ആ സന്ദർഭത്തിൽ കൊല്ലമ്പാടിയിലെ മിമ്പറുകൾ പറയും, പള്ളി പറയും, ഇവിടുത്തെ തെങ്ങുകളും മാവുകളും കവുങ്ങുകളും പക്ഷിപർവ്വജാതികളും ജന്തുജീവികളും സസ്യലതാദികളും നാളെ അള്ളാന്റെ മുമ്പിൽ പറയുമെന്ന് അല്ലാഹുവാണ് പറയുന്നത്. യൗമഇദിൻ, അന്നത്തെ ദിവസം, തുഹദ്ദിസു, ഭൂമി വർത്തമാനം പറയും, അഖ്ബാറഹ, ഭൂമിക്ക് പറയാനുള്ളത്. അപ്പൊ ചോദിച്ചു സഹാബാക്കൾ, മാ അഖ്ബാറുഹ യാ റസൂലല്ലാഹ്, ഭൂമിക്ക് എന്താണ് നാളെ പറയാനുള്ളത്? അപ്പശഫുൽ ഖൽഖ് പറഞ്ഞു, ഒരടിമയായ ആണ്, ഒരടിമയായ പെണ്ണ് ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ആ പരിസരത്തുള്ള വസ്തുക്കൾ, സസ്യങ്ങൾ, ലതാദികൾ, പുഷ്പങ്ങൾ, വണ്ട്, ജന്തു, ജീവി, ഈച്ച, പ്രാണികൾ ഇതെല്ലാം
ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നാൽ ഇന്നവൻ ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ സാക്ഷിയാണ് എന്ന് ഈ ഈച്ചകളും പൂച്ചകളും നബിമാരെ സാക്ഷിയായിട്ട് ഹാജരാക്കും, മറ്റ് സാക്ഷികളെയും അല്ലാഹു തആല സാക്ഷിയായിട്ട് ഹാജരാക്കും. അതെല്ലാം കഴിഞ്ഞിട്ടേ അല്ലാഹു ഇവരോടൊക്കെ കൂനു തുറാബ, നിങ്ങളൊക്കെ മണ്ണായിക്കൊള്ളുക, ഇനി മനുഷ്യന്റെയും ജിന്നിന്റെയും കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് അല്ലാഹു പറയുക. ആ സമയത്ത് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ടും കറക്റ്റായിട്ട് ഞാൻ പറയുന്നത്. മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹീഹാക്കാനുള്ളതാണ്. ആ മുഹമ്മദുർ റസൂലുള്ള അംഗീകരിക്കപ്പെടണമെങ്കിൽ ആ ഷഹാദത്ത് അംഗീകരിക്കാൻ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമതായിട്ട് ചിന്തിക്കേണ്ടത് ആ ഷഹാദത്ത് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട രീതി എന്താണ്, കൈഫിയത്ത് എന്താണ്. മുഹമ്മദുർ റസൂലിനെ അനുസരിച്ച് പ്രവർത്തിക്കൽ എങ്ങനെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്തു, ശരിയാണ്. ഞങ്ങൾ സലാത്ത് കൽക്കിയും ബിരിയാണി അതിൽ കവിഞ്ഞ് വേറെ ഒന്നും ചെയ്യാറില്ല. ഞങ്ങളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളെ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളെ സംഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുഹമ്മദ് നബിയെ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് മുഹമ്മദ് നബിയെ റിസാലത്തിനെ ഷഹാദത്താക്കേണ്ടത് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായി നാം മനസ്സിലാക്കിയിരിക്കണം. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. 1, അൽ ഇംതിസാലു ബിമാ അമർ. ആ മുഹമ്മദ് എന്ത് കൽപ്പിച്ചോ അത് അപ്പടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. എന്താ കാര്യം? അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വൽ ഇജ്തിനാബു അമ്മാ നുഹിയ അൻഹു. ആ പ്രവാചകൻ എന്ത് അരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് അരുത് എന്ന് തീരുമാനിക്കാൻ എൻ്റെ ജീവിതത്തെ ഞാൻ സാക്ഷിയാക്കും. മുഹമ്മദ് റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ പ്രാവർത്തികമാക്കേണ്ട രീതിയാണ് ഈ പറഞ്ഞു വരുന്നത്. 1, അൽ ഇംതിസാലു ബിമാ അമർ. മുഹമ്മദ് മുസ്തഫ കൽപ്പിച്ചത് മുഴുവനും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു സംശയം എനിക്ക് അക്കാര്യത്തിലില്ല. വൽ ഇജ്തിനാബു അമ്മാ നുഹിയ അൻ. ആ പ്രവാചകൻ എന്ത് നിരോധിച്ചിട്ടുണ്ടോ, അരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊരിക്കലും ഞാൻ ന്യായീകരിക്കാനോ ബുദ്ധി കൊണ്ടളക്കാനോ എൻ്റെ ലോജിക്ക് അനുസരിച്ച് ഒന്നും തയ്യാറല്ല. പ്രവാചകൻ പറയുന്നു, ഞാൻ പ്രവർത്തിക്കുന്നു. പ്രവാചകൻ ഒഴിവാക്കാൻ പറയുന്നു, ഞാൻ ഒഴിവാക്കുന്നു. മൂന്നാമത്തെ കാര്യം മുഹമ്മദ് റസൂൽ കൊടുത്ത ഷഹാദത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള മൂന്നാമത്തെ കാര്യം വത്തസ്ദീഖു ബിമാ അഖ്ബർ. ആ പ്രവാചകൻ വർത്തമാനം എന്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ദുനിയാവിന്റെ കാര്യമായാലും ശരി, ആഖിറത്തിന്റെ കാര്യമായാലും ശരി, ഭൗതിക കാര്യമായാലും ശരി, അഭൗതിക കാര്യമായാലും ശരി, എന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ അതിനെ സത്യപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. ഇതാണ് മുഹമ്മദ് റസൂൽ കൊടുത്ത ഷഹാദത്തിന്റെ വാക്ക്. അവിടെ ലോജിക്കിന് സ്ഥാനമില്ല, ബുദ്ധിക്ക് സ്ഥാനമില്ല, സയൻസിന് സ്ഥാനമില്ല. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അംഗീകരിച്ചിരിക്കും. അതെനിക്ക് തെളിവ് സഹിയായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അദ്ദേഹം പറഞ്ഞ മുഴുവൻ വാക്കുകളും ഞാൻ സത്യപ്പെടുത്താൻ തയ്യാറാണ്. ഷഹാദത്ത് സഹിയാകാനുള്ള വഴി. നാലാമത്തെ കാര്യം വൽ ഇബാദത്തു ബിമാ ശറഅ. 1, അൽ ഇംതിസാലു ബിമാ അമർ. 2, വൽ ഇജ്തിനാബു അമ്മാ നുഹിയ അൻ. 3, വത്തസ്ദീഖു ബിമാ അഖ്ബർ. 4, വൽ ഇബാദത്തു ബിമാ ശറഅ. ആ മുഹമ്മദ് മുസ്തഫ അവിടത്തെ റിസാലത്തിന്റെ കയ്യൊപ്പുകൊണ്ട് ശരീഅത്തിൽ ഉൾക്കൊള്ളിച്ചത് മാത്രമേ ഇബാദത്തായിട്ട് ഞാൻ പരിഗണിക്കുകയുള്ളൂ. റിസാലത്തിന്റെ കയ്യൊപ്പോടെ ശരീഅത്തിൽ അനുവദിച്ചു തന്നത് വൽ ഇബാദത്തു ബിമാ ശറഅ. ആ പ്രവാചകൻ ശരീഅത്തിൽ പറഞ്ഞു തന്നത് മാത്രമേ ഞാൻ ഇബാദത്തായി പരിഗണിക്കുകയുള്ളൂ. ഏത് ഷെയ്ഖ് പറഞ്ഞു, ഇന്ന ഇമാമു പറഞ്ഞു, ഇന്ന തങ്ങള് പറഞ്ഞു, ഇന്ന ഉസ്താദ് പറഞ്ഞു, ഇതൊന്നും എനിക്ക് ബാധകമല്ല. കാരണം ഞാൻ മുഹമ്മദ് ഈ റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തൊരുത്തനാണ്. അതുകൊണ്ട് അതല്ലാത്ത മറ്റൊരാളെ അംഗീകരിച്ചാൽ എന്റെ ഷഹാദത്ത് ബാത്തിലാകും. എങ്ങനെ? ഇൻഷാ അല്ലാഹ് അസ്ലൻ വ വസ്ഫ. എങ്ങനെയാണ് ഈ 4 കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്? അസ്ലൻ വ വസ്ഫ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വരും നാളുകളിൽ
അള്ളാഹു ഇൽമിൽ ഒരുപാട് ബറക്കത്തും ചെയ്തു തരട്ടെ. എല്ലാ ആരോഗ്യപരവും അതല്ലാത്തതുമായ സകല കാര്യങ്ങളെ കൊണ്ടും അള്ളാഹുവിന്റെ സകല തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ. വരും നാളുകൾ നമുക്ക് നന്നായിട്ട് വിശദീകരിച്ചു പോകാം. നമുക്ക് ചർച്ച നാം എന്നോ തുടങ്ങിയ ചർച്ചയാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ ഷഹാദത്തു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രത്യേക ഒരു മാസത്തെ പരിഗണിച്ചുകൊണ്ടോ ഒരു ദിവസത്തെ പരിഗണിച്ചുകൊണ്ടോ അല്ല നാം ചെയ്യുന്ന സലഫി പണ്ഡിതന്മാരുമാക്ക ചെയ്യുന്ന ചർച്ച മുഴുവനും 2 ഷഹാദത്തിനെ പരിഗണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാസം വരുമ്പോൾ അപ്പ ചടകുടഞ്ഞെഴുന്നേൽക്കുക. ഒരു മാസം വരുമ്പോൾ അമലിന്റെ കാര്യത്തിലാണെങ്കിൽ ശിർക്കിന്റെ കാര്യത്തിലാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു മാസവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും ആഴ്ചയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇല്ല. അങ്ങനെ ഒരു രീതി അള്ളാന്റെ റസൂലോ സഹാബാക്കളോ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ശരീഅത്തനുസരിച്ച് മാത്രം. അതെങ്ങനെയാണ് പറയേണ്ടത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിനടിസ്ഥാനം അസ്ലൻ ഒന്ന് ഇഖ്ലാസാണ്, വസ്ഫൻ രണ്ടാമത്തത് ഇത്തിബാഅൻ. അതെങ്ങനെയാണ് അള്ളാഹു വരും നാളുകൾ പറയാനും മനസ്സിലാക്കാനും മരിക്കുന്നത് വരെ ഈ ഷഹാദത്തിനെ ലൈവാക്കി നിർത്താനും എന്താണോ വേണ്ടത് അള്ളാഹു തന്നെ വഴികളും അവസരങ്ങളും ഉണ്ടാക്കി തരട്ടെ. നമ്മുടെ രോഗികളോട് അള്ളാഹു കരുണ കാണിക്കട്ടെ. ആശുപത്രികളിലുള്ളവർ, വീടുകളിലുള്ളവർ, അതേപോലെ വലിയ കുട്ടികൾ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, മുസ്ലിമീങ്ങൾ, അമുസ്ലിമീങ്ങൾ, അള്ളാഹു അവൻ്റെ കുദ്റത്ത് കൊണ്ട് അസ്ബാബുകളെ പരിഗണിക്കാതെ അവൻ്റെ ഔദാര്യം കൊണ്ടും കുദ്റത്ത് കൊണ്ടും ഷിഫാ നസീബാക്കി കൊടുക്കട്ടെ. ദുആ കൊണ്ട് പലരും വിഷമങ്ങൾ അള്ളാഹുവിനോട് ഏ അല്ലാഹ് ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക് ഫശ്ഫിഹിം ബിഖുദ്റതിക യാ റബ്ബൽ ആലമീൻ. എന്ത് അസ്ബാബുകൾ ഉപയോഗിച്ചാലും ഷാഫി നീയാണല്ലോ അല്ലാഹ്, നീ സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. അതേപോലെ തന്നെ ഗർഭിണികൾക്ക് സുഖപ്രസവം നീ നസീബാക്കി കൊടുക്കണേ അല്ലാഹ്. അതേപോലെ മരിച്ചവർക്ക് നാളെ ആഖിറത്തിൽ നിന്റെ അടുത്ത് കഴിയാനുള്ള യോഗ്യത നിന്റെ ഔദാര്യം കൊണ്ട് കൊടുക്കണേ അല്ലാഹ്. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ والرسول المرتضى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي وعن سائر الصحابة والقرابة كلهم أجمعين رضي الله عنهم أجمعين يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقل الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في بيتك وبحرك وجوك أجمعين يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين.